ഇത് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ CO എന്നുള്ളത് ഹലോ വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. നമ്മളിവിടെ ചെയ്യുന്നത് ACCAയിലെ F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന ടോപ്പിക്കാണ്. ഇൻവെൻട്രി കോസ്റ്റിങ്ങിലെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വിത്ത് ഡിസ്കൗണ്ടും ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനുശേഷം എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ACCAയിൽ എൻട്രി എലവേറ്റ് ACCA എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ACCA ആസ്പിറൻസിന് വേണ്ടി എൻട്രി ആപ്പ് ഒരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. യുവർ ഇയർ 2025 എന്നും പറഞ്ഞ് ന്യൂ ഇയർ അനുബന്ധിച്ച് ഒരു ഓഫർ ഉണ്ട്. അതിനെപ്പറ്റി അറിയാൻ വേണ്ടി കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, ഓഫർ സ്വന്തമാക്കുക. നമുക്ക് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കാം. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ബാച്ച് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് പ്രൊഡ്യൂസിങ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് അറ്റ് എ ടൈം. നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുമ്പോഴേക്ക് എക്കണോമിക്കലായിട്ട് എങ്ങനെ ഓർഡർ ചെയ്യാം, ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്ത് എങ്ങനെ ഓർഡർ ചെയ്യാം എന്നാണ് പഠിച്ചത്. അതേപോലെ തന്നെ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയിലും ബാച്ചായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു കമ്പനീനെ എങ്ങനെ എക്കണോമിക്കലായിട്ട് ഓർഡർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റ്സ് ബാച്ചായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ബാച്ചായിട്ട് ഓർഡർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. കമ്പനീസ് ദാറ്റ് യൂസ് batch costing will use economic batch quantity calculations to decide how many items should be produced in each batch. നമ്മൾ ഒരു ബാച്ചിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ബാച്ചിൽ എത്ര പെൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭകരം എന്ന് നോക്കുന്നതാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ ബാച്ച് വിൽ ഓൾസോ എഫക്ട് ഹോൾഡിംഗ് കോസ്റ്റ്. ഈ ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റിനെ എഫക്ട് ചെയ്യും. അതെങ്ങനെയാണ്? നമ്മുടെ ബാച്ച് സൈസ് കൂടുതലാണെങ്കിൽ കുറേ പ്രൊഡക്ട്സ് ഒരു ബാച്ചിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഒത്തിരി പ്രൊഡക്ട്സ് ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ആ ഒരു ഹോൾഡിംഗ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. കാരണം നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ സ്റ്റോറേജ് കോസ്റ്റ് ഹയർ ആകുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റും കൂടും. ലാർജർ ബാച്ച് സൈസസ് വിൽ പ്രൊഡ്യൂസ് മോർ ഐറ്റംസ് ദാറ്റ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ സ്റ്റോർസ്. ഹോൾഡിംഗ് കോസ്റ്റ് വിൽ therefore ബി ഹയർ വിത്ത് ലാർജർ ബാച്ച് സൈസസ്. നമ്മുടെ ബാച്ച് സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ smaller batch sizes will produce fewer items that require storage space before being sold. This result in a lower average stock levels and lower holding cost. നമ്മുടെ ബാച്ച് സൈസ് കുറയുമ്പോഴേക്കും നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റും കുറയും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ലെവൽസും ആവറേജ് സ്റ്റോക്ക് ലെവലും നമ്മുടെ കുറയും. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ആവറേജ് സ്റ്റോക്ക് ലെവൽ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റും കുറയും. അപ്പോൾ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ ഒരു ഫോർമുല എങ്ങനെയാണ് ഒരു ബാച്ചിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2COD ഡിവൈഡഡ് ബൈ CH ഇൻറ്റു 1 - D/R. CO എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് എ ബാച്ച് പ്രൊഡക്ഷൻ റൺ. നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ CO എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആയിരുന്നു. എന്നാൽ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി CO എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് എ ബാച്ച് പ്രൊഡക്ഷൻ റൺ. ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു ബാച്ച് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഷീനറി സെറ്റപ്പ്, അത് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മെഷീനറിയുടെ സെറ്റപ്പ് കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് എ ബാച്ച് പ്രൊഡക്ഷൻ റൺ അല്ലെങ്കിൽ CO എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ ദ പീരിയഡ്. ഇപ്പോൾ ഒരു പീരീഡിനകത്ത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്കൊരു പീരീഡിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനെ എത്ര ബാച്ചസിലോട്ട് ആക്കണം എന്ന് നോക്കുന്നതാണ് EBQ. പിന്നെ ഡിവൈഡഡ് ബൈ CH ഡിവൈഡഡ് ബൈ 1/R. CH എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർ ദ പീരീഡ്. ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്, ഒരു ബാച്ച് ഓഫ് പ്രൊഡക്റ്റിനെ ഹോൾഡിംഗ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ CH എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റേറ്റ് ഓഫ് ദ പീരീഡ് ആണ്. നമ്മൾ ഒരു പീരീഡിൽ എന്തോരമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റേറ്റിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. R നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി ആ ഒരു ഫോർമുല വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഗ്ലാസ് കമ്പനി പ്രൊഡ്യൂസേഴ്സ് ഗ്ലാസസ് ഇൻ ബാച്ചസ്. അപ്പോൾ ഈ ബാച്ചസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ബാച്ചസ് എന്നുള്ള ഈ ഒരു ടേം, പ്രൊഡ്യൂസേഴ്സ് ഇൻ ബാച്ചസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു സാധനമാണ് ഈ കമ്പനി ഫോളോ ചെയ്യുന്നത് EBQ മെത്തേഡാണ്. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി മെത്തേഡിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മളുടെ റിക്വയർമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ദ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഫോർ ഗ്ലാസ് കമ്പനി. ഒരു എക്കണോമിക്കലായിട്ട് എത്ര ബാച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഒരു ബാച്ച് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇനി പ്രൊഡക്ഷൻ ഈസ് അറ്റ് എ റേറ്റ് ഓഫ് 1000 യൂണിറ്റ്സ് ഈച്ച് വീക്ക് ആൻഡ് ദ ഫാക്ടറി ഈസ് ഓപ്പൺ ഫോർ 50 വീക്സ് എ ഇയർ.
The weekly demand of glass is 800 units. Setting up the machine for the production run cost is $4,500 for each batch. Setting up the machine. ഈ സെറ്റിംഗ് ഓഫ് ദ മെഷീൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെഷീൻ സെറ്റപ്പ് ചെയ്യുന്നതിനാണ് CO എന്ന് പറയുന്നത്. ഈ 4,500 ആണ് നമുക്കിവിടെ CO. ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഓഫ് ഗ്ലാസ് ഇൻ സ്റ്റോക്ക് ഫോർ 1 year. ഒരു വർഷത്തേക്ക് ഒരു യൂണിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടോ വേണ്ടതാണ് $15. അതാണ് CH എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാൽക്കുലേറ്റ് ദ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. നമുക്കിതിനകത്ത് തന്നിട്ടുണ്ട് CO തന്നിട്ടുണ്ട്, CH തന്നിട്ടുണ്ട്, നമ്മുടെ ഡിമാൻഡ് തന്നിട്ടുണ്ട്, CO D/R തന്നിട്ടുണ്ട്. ഇത് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ CO എന്നുള്ളത് നമുക്ക് D എന്നുള്ളത് ആനുവൽ ഡിമാൻഡ് റേറ്റ് ആണ്. ആനുവൽ ഡിമാൻഡ് റേറ്റ് എന്നുള്ളത് വീക്ക്ലി ഡിമാൻഡ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് വീക്സ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വീക്സ് 50 വീക്സ് ആണ്. വീക്ക്ലി ഡിമാൻഡ് ഫോർ ഗ്ലാസസ് 800. അപ്പോൾ 800 ഇൻറ്റു 50 ആണ് നമുക്ക് D വരുന്നത്. D is equal to 40,000. CH is the cost of holding 1 unit. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് $15. R എന്നുള്ളത് ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ്. ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ R നമ്മൾ കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കാൻ വേണ്ടി ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു വീക്ക്ലി പ്രൊഡക്ഷൻ റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് വീക്സ്. വീക്ക്ലി പ്രൊഡക്ഷൻ റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വീക്ക്ലി എത്രയാണ് നമ്മുടെ റേറ്റ്? 1000. അത് ഇൻറ്റു നമ്പർ ഓഫ് വീക്സ് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ടോട്ടൽ R കിട്ടുന്നത്. R എന്ന് പറയുന്നത് 1000 ഇൻറ്റു 50, 50,000. പിന്നെ ഇതെല്ലാം നമ്മുടെ ഈ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഫോർമുല എന്നതായിരുന്നു? EBQ is equal to root of 2 COD divided by CH into 1 minus D/R എന്ന് പറയുമ്പോൾ 2 into CO നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 4,500 into D നമ്മൾ കണ്ടുപിടിച്ചു 800 into 50, 40,000 divided by CH എത്രയാണ്? ഹോൾഡിംഗ് കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, $15 ആയിരുന്നു തന്നിരുന്നത്. $15 into 1 minus D എന്നുള്ള 40,000 divided by R എത്രയായിരുന്നു? ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. 90% ഓഫ് ആ ഒരു പ്രൊഡക്ഷൻ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. തന്നില്ലെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേസേ ഉള്ളൂ. അത് ചെയ്യുമ്പോഴേക്ക് നമുക്ക് R കിട്ടി. ഇത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും EBQ is equal to 10,954. ഇതാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ഒരു ബാച്ചിൽ എത്രയായിട്ട് നമുക്ക് എക്കണോമിക്കലായിട്ട് എത്ര ഉണ്ടാക്കാം, എത്ര പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇനി EOQയും EBQയും കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഉള്ളത് എന്താണ് EOQ, എന്താണ് EBQ? With EOQ, there is an immediate restocking of inventory. However, with the EBQ, inventory is restocked gradually each time a batch is produced. എന്ന് വെച്ചാൽ നമ്മൾ EOQയിൽ എങ്ങനെയായിരുന്നു? ആ ഒരു ഓർഡർ ക്വാണ്ടിറ്റി തീരുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് 0% സ്റ്റോക്ക് ലെവൽ 100% ആക്കുമായിരുന്നു. ആവറേജ് ഇൻവെന്ററി ലെവൽ എടുക്കുന്നത് 100% by 0/2 എന്നുള്ള അസംപ്ഷൻ ആണ് EOQയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതേസമയം EBQയിലോട്ട് ചെയ്യുമ്പോൾ ഇൻവെന്ററി ഇസ് റീസ്റ്റോക്ക് ഗ്രാജുവലി ഈച്ച് ടൈം എ ബാച്ച് ഇസ് പ്രൊഡ്യൂസ്. നമ്മൾ ബാച്ച് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് റീസ്റ്റോക്ക് ലെവൽ വരുന്നത് ആ ഒരു ബാച്ച് കഴിയുമ്പോൾ അടുത്ത പ്രൊഡക്ഷൻ അവിടെ തുടങ്ങിക്കഴിയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തോരം ഇൻവെന്ററി ആണ് യൂസ് ചെയ്തതെന്നുള്ളത് വെച്ചാണ് ഗ്രാജുവൽ റീസ്റ്റോക്കിംഗ് ആയിരിക്കും EBQയിൽ വരുന്നത്. EOQയിൽ ഇമ്മീഡിയറ്റ് റീസ്റ്റോക്കിങ്ങും EBQയിൽ നമ്മൾ ഗ്രാജുവൽ ആയിട്ടുള്ള റീസ്റ്റോക്കിംഗ് ആയിരിക്കും. അപ്പം ഈ EOQയിൽ നമുക്ക് ഇത് ചെയ്യാതെ അടുത്ത ഓർഡർ ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. EBQയിൽ പ്രൊഡക്ഷൻ എപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ടാവും. കണ്ടിന്യൂസ് പ്രോസസ്സാണ് EBQയിൽ വരുന്നത്. അപ്പം EBQ ഇക്വേഷനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. ഒന്ന് CO എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ദ മെഷീൻ ആണ് ഫോർ എ ബാച്ച് ടു റൺ. അതേസമയം ഈ CO എന്നുള്ളത് EOQയിൽ എന്നായിരുന്നു പറഞ്ഞത്? ഓർഡറിംഗ് കോസ്റ്റ് ആണ് ഒരു യൂണിറ്റിൻ്റെ. അപ്പം ഇവിടെ വരുന്നത് സെറ്റിംഗ് അപ്പ് എ മെഷീൻ ഫോർ എ ബാച്ച് ടു റൺ. ഒരു ബാച്ച് ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ സെറ്റപ്പിൻ്റെയും ആ ഒരു ഇതിന് പറയുന്നതാണ് ഇവിടെ CO. EOQയിൽ CO എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. അത് മാറിപ്പോകരുത്. ദ ഫിഗർ ഫോർ R മസ്റ്റ് ബി കാൽക്കുലേറ്റഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ. R എന്നുള്ളത് തന്നിട്ടില്ലെങ്കിൽ R കണ്ടുപിടിക്കണം. അതേസമയം നമ്മൾ EOQ കണ്ടുപിടിക്കുമ്പോൾ ഈ റേറ്റ് എന്നുള്ളത് നമ്മൾ യൂസേ ചെയ്യാറില്ല. EOQനകത്ത് നമ്മൾ R എന്നുള്ളത് ഇക്വേഷൻ ഇല്ല. EOQൻ്റെ ഫോർമുല എന്നാ? റൂട്ട് ഓഫ് 2 COD ഡിവൈഡഡ് ബൈ CH എന്നേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴേക്കും 1 minus D/R എന്നുള്ളൊരു എക്സ്ട്രാ ഇതും കൂടി വരുന്നുണ്ട്. അതിനകത്താണ് നമ്മൾ R കണ്ടുപിടിക്കുന്നത്. ഇതാണ് EOQയും EBQയും കമ്പയർ ചെയ്യുമ്പോഴേക്ക് വരുന്ന വ്യത്യാസങ്ങൾ. ഫസ്റ്റ് ഇവിടെ ഗ്രാജുവൽ റീസ്റ്റോക്കിംഗ് ആണ്, മറ്റിടത്ത് ഇമ്മീഡിയറ്റ് റീസ്റ്റോക്കിംഗ് ആണ്. രണ്ടിടത്തും CO എന്ന ഒരു വേരിയബിളിൻ്റെ അർത്ഥം വേറെയാണ്. EBQയിൽ CO എന്ന് പറയുന്നത് മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് ആണ് വരുന്നത്. EOQയിൽ CO എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ R റേറ്റ് എന്നുള്ള R നമ്മൾ EBQയിൽ ഒന്നെങ്കിൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. പക്ഷെ R എന്നുള്ള റേറ്റിന് EOQനകത്ത് ഒരു ആപ്ലിക്കേഷനും ഇല്ല. അപ്പം ഇതാണ്
നമ്മൾ EBQ അല്ലെങ്കിൽ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പഠിച്ചതും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്